ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഹൽവയുടെ റെസിപ്പിയാണ്. മെയിനായിട്ട് ഇതിനകത്ത് 3 ചേരുവകളെ നമ്മൾക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ ഇതിനകത്ത് പൊടികളൊന്നും തീരെ യൂസ് ചെയ്യുന്നില്ല. അതായത് അരിപ്പൊടി, ഗോതമ്പ് പൊടി, റവ, കോൺഫ്ലവർ ഇതൊന്നും നമ്മൾക്ക് ആവശ്യമില്ല. പിന്നെ അത് മാത്രമല്ല, അവില്, പഴം ഇതൊന്നും നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ ഹൽവ ചെറിയ ചൂടിൽ കഴിക്കാനാണ് ഏറ്റവും അധികം ടേസ്റ്റ് ഉള്ളത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലൊരു ഹൽവയും കൂടിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് ഞാനിവിടെ പനഞ്ചക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 1/2 കിലോ ഉണ്ടായിരിക്കും. ഇതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഇനി പനഞ്ചക്കര നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ സാധാരണ ശർക്കര എടുത്താലും മതി. പനഞ്ചക്കരയാണെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തിയാണ്. ഇപ്പോൾ ഇതാ ശർക്കരയൊക്കെ ഇവിടെ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് അരിച്ച് സൈഡിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ഇതിൻ്റെ പ്രധാന ചേരുവയായ മധുരക്കിഴങ്ങാണ്. ഞാനിവിടെ ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് വലിയ മധുരക്കിഴങ്ങാണ്. ഇത് ഏതാണ്ട് 1 കിലോ ഉണ്ട് ഒരെണ്ണം തന്നെ. ഇത് നമ്മൾക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതേപോലെ മുറിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് മുറിച്ചില്ലെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല. ഇതേപോലെ മുറിച്ചിട്ട് ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ഇതാ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് വരണം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ള ഒന്നാണ് മധുരക്കിഴങ്ങ്. ഇതിൽ നിറയെ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഡൈജഷന് വളരെ നല്ലതാണ്. പിന്നെ നമ്മളുടെ കണ്ണുകൾക്കും ബ്രെയിനിനും ഒക്കെ നല്ലതാണ്. ഇമ്മ്യൂണിറ്റി കുറവുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് കഴിക്കുന്നതും ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വളരെ നല്ലതാണ്. ഇത് വെന്തോന്നറിയാനായിട്ട് ഇതേപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയിട്ട് വരണം. നമ്മൾ നേരത്തെ ശർക്കര നീര് അവിടെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും നല്ല പോലെ ചൂടാറിയിട്ട് വരണം. ഇപ്പോൾ അതായത് ഇവിടെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷേ ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടപ്പെടത്തില്ല. അങ്ങനത്തെവരാണെങ്കിൽ ഇതേപോലെ ഹൽവ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കാരണം നമ്മളിത് മധുരക്കിഴങ്ങ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്ന് പോലും അറിയത്തില്ല. എല്ലാത്തിൻ്റെയും തൊലി ഞാനിവിടെ നിന്ന് കളയുന്നുണ്ട്. തൊലി കളഞ്ഞതിന് ശേഷം ഇത് നമ്മൾക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഇതായത് ഇവിടെ എല്ലാത്തിൻ്റെയും തൊലി കളഞ്ഞിട്ടുണ്ട്. ഇനി മിക്സിയുടെ വലിയ ജാർ എടുത്ത് അതിനകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഒരു ട്രിപ്പായിട്ട് നിങ്ങൾക്ക് അരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 2 ട്രിപ്പായിട്ട് എടുക്കാം. ഞാനിവിടെ ഒരു ട്രിപ്പായിട്ടാണ് ഇതിപ്പം അരച്ചെടുക്കുന്നത്. ഇത് നന്നായി വെന്ത് കഴിഞ്ഞ മധുരക്കിഴങ്ങാണ്. അതുകൊണ്ട് നമ്മൾക്കിതിന് ചൂടാറിയ ശർക്കര നീര് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം സമയം നമ്മൾ ഹൽവ ഉണ്ടാക്കും വിളക്കി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തോട്ട് വെക്കാം. അതിനകത്തേക്ക് കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾക്കിത് ഉണ്ടാക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നെയ്യും ശർക്കര നീരും മധുരക്കിഴങ്ങും മാത്രം മതി. നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്ന അണ്ടിപ്പരിപ്പും ഏലക്കാപ്പൊടിയും ഓപ്ഷണലാണ്. അത് ഇട്ട് കൊടുക്കണ്ടെന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. നെയ്യ് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഫ്രൈ ചെയ്തിട്ട് ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച മധുരക്കിഴങ്ങും ശർക്കര നീരും കൂടിയിട്ടുള്ള മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ജോലിയുള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞു. ഇത് ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് ആദ്യം ഇളക്കി കൊടുക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് പിന്നെ കൈവിടാതെ ഇളക്കേണ്ടി വരും. ആദ്യത്തെ കുറച്ച് സമയം ഇതേപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇളക്കി കൊടുക്കാം. ഇത് ഇതേപോലെ വലിയൊരു മൂടി വെച്ചിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കയ്യിലോട്ടൊന്നും തീരെ തെറിക്കത്തില്ല. ഏകദേശം 1/2 മണിക്കൂർ വരെ ഇത് കയ്യിലോട്ട് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഏകദേശം 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ച ഉടനെ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കണം. അതിനുശേഷം പിന്നീട് നമ്മൾ ഇടയ്ക്ക് മാത്രം ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തെറിക്കലൊക്കെ കുറേ കുറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾക്കിനി തുറന്ന് വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ കൂട്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടെ നമ്മൾ കൈവിടാതെ ഇളക്കണം. നമ്മൾ സാധാരണ ഹൽവ ഉണ്ടാക്കുന്ന പോലെ ഇത് ഭയങ്കര കട്ടിയായിട്ട് വരത്തില്ല. കാരണം നമ്മളിതിനകത്ത് മധുരക്കിഴങ്ങും ശർക്കര നീരും നെയ്യും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. വേറെ പൊടികളൊന്നും ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിപ്പോൾ ഇതാ ഇവിടെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്നൊക്കെ ചെറുതായി വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇവിടെ 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഹൽവ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇളക്കുമ്പോൾ ഇതേപോലെ നമ്മൾക്ക് അടിഭാഗം കാണാൻ പറ്റണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളുടെ ഹൽവ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിന് വേറൊരു പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നെയ്മയം പുരട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രമാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ഈ ഹൽവ ഒരുപാട് തണുക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചൂടിൽ തന്നെ നമുക്ക് കഴിക്കാം. അതാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുകൊണ്ട്
ഇത് നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാൻ ഇത് വളരെ ഉപകരിക്കും. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ രീതിയിൽ ഹൽവ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്